നമ്മൾ കെമിക്കൽ റിയാക്ഷൻസ് ആൻഡ് ഇക്വേഷൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആയിരുന്നല്ലേ പഠിച്ചുകൊണ്ടിരുന്നത്. ആ ചാപ്റ്ററിന്റെ അകത്ത് നമ്മൾ എന്തൊക്കെയാ പഠിച്ചത്? ടൈപ്സ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസ് പഠിച്ചല്ലേ. ചേഞ്ചസ് പഠിച്ചപ്പോ ഫിസിക്കൽ ചേഞ്ചും കെമിക്കൽ ചേഞ്ചും പഠിച്ചു. അതിനകത്ത് കെമിക്കൽ ചേഞ്ചസ് എന്ന് പറയുന്നത് കെമിക്കൽ റിയാക്ഷൻസ് ആണെന്ന് പഠിച്ചു. എന്നിട്ട് നമ്മൾ എന്ത് പഠിച്ചു? കുറെ കെമിക്കൽ റിയാക്ഷൻസ് കണ്ടു. സിങ്കും സൾഫ്യൂരിക് ആസിഡും മഗ്നീഷ്യം ഒക്കെ കത്തുന്നൊക്കെ ആയിട്ടുള്ള കുറച്ച് കെമിക്കൽ റിയാക്ഷൻസ് ഒക്കെ കണ്ടു. പിന്നെ നമ്മൾ ഈ പോർഷനിൽ മെയിൻ ആയിട്ട് എന്തായിരുന്നു പഠിച്ചത്? ബാലൻസിങ് അല്ലേ. ബാലൻസിങ് ഓഫ് കെമിക്കൽ ഇക്വേഷൻ പഠിച്ചു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് എന്തൊക്കെ ടൈപ്പ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസ് ആണ് ഉള്ളത്? കുറേ കെമിക്കൽ റിയാക്ഷൻസ് പഠിച്ചു. ഇതിനൊക്കെ നമുക്ക് ഓരോ കാറ്റഗറി ആയിട്ട് തിരിക്കാൻ വേണ്ടിയിട്ട് പറ്റും. സോ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് ടൈപ്സ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസ് ആണ്. ഓക്കെ, ടൈപ്സ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസ്. അപ്പം മെയിൻ ആയിട്ടും 5 ടൈപ്പ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസ് ആണുള്ളത്. നമുക്ക് ഓരോന്നും എന്തൊക്കെയാണെന്ന് പഠിക്കണം ഈ ചാപ്റ്ററിൽ. ഓക്കെ, സോ ടൈപ്സ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസ് 5 എണ്ണം ഉണ്ട്. കോമ്പിനേഷൻ റിയാക്ഷൻ, decomposition reaction, displacement reaction, double displacement reaction and oxidation and reduction. ഇങ്ങനെ 5 ടൈപ്പ് ഓഫ് റിയാക്ഷൻ ആയിട്ടാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഈ പോർഷനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഈ പേര് കണ്ടിട്ട് പേടിക്കണ്ട, ഭയങ്കര സിമ്പിൾ ആണിത്. ഭയങ്കര സിമ്പിൾ ആണ്. ഇതിനകത്ത് കാര്യമായിട്ടൊന്നും പഠിക്കാനില്ല. നിങ്ങൾക്ക് അറിയുന്ന റിയാക്ഷൻസ് തന്നെ കുറച്ച് ഹെഡിങ്ങിന്റെ താഴെ വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. സോ എന്തൊക്കെയാ പറഞ്ഞത്? കോമ്പിനേഷൻ റിയാക്ഷൻ, ഡീകമ്പോസിഷൻ റിയാക്ഷൻ, ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ, ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ, ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ. ഇത് കൂടെ ഒന്നും കൂടെ പറയോ? കോമ്പിനേഷൻ റിയാക്ഷൻ, ഡീകമ്പോസിഷൻ റിയാക്ഷൻ, ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ, ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ആൻഡ് ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ. ഇങ്ങനെ 5 ടൈപ്പ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസ് ആണ് ഉള്ളത്. ഓക്കെ, ഇതിനകത്ത് നിങ്ങൾക്ക് അറിയാം, നിങ്ങൾക്ക് ഈ വേർഡും തന്നെ മനസ്സിലാവും എന്തൊക്കെയാണ് നമ്മൾ പറയാൻ പോകുന്നതെന്ന്. കോമ്പിനേഷൻ റിയാക്ഷൻ. കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? കോമ്പിനേഷൻസ്, പല കോമ്പിനേഷൻസ് നിങ്ങൾക്ക് അറിയില്ലേ? ഫുഡിന്റെ കോമ്പിനേഷൻ ആണ് എന്താ? 2 എണ്ണം കമ്പൈൻ ചെയ്യുന്നതിനാണ് അല്ലെ. 2 എണ്ണം കമ്പൈൻ ചെയ്യുന്നതിനാണ് എന്ത് പറയാ? കോമ്പിനേഷൻ എന്ന് പറയാ. അപ്പൊ ഈ കോമ്പിനേഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? 2 റിയാക്ടൻസ് കമ്പൈൻ ചെയ്യുന്നത് തന്നെയാണ് എന്ത്? കോമ്പിനേഷൻ റിയാക്ഷൻ. നിങ്ങൾക്ക് എക്സാമ്പിൾ കാണുമ്പോൾ ഒന്നും കൂടി ക്രിസ്റ്റൽ ക്ലിയർ ആവും. ഓക്കെ, സോ കമ്പൈൻ ചെയ്യുന്ന റിയാക്ഷൻസ് കോമ്പിനേഷൻ റിയാക്ഷൻസ്. ഡീകമ്പോസിഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീകമ്പോസ് ചെയ്യുന്നത്, കമ്പൈൻഡ് ആയിട്ടുള്ള സാധനം എന്താവുന്നത്? സ്പ്ലിറ്റ് ആവുന്നതാണ് എന്ത്? ഡീകമ്പോസിഷൻ റിയാക്ഷൻ. പിന്നെ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷനും ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷനും നിങ്ങൾക്ക് പുതിയതായിരിക്കും പഠിക്കാം. നമുക്ക് ഒരു സാധനവും മറ്റ് അതിന്റെ റിയാക്ടിവിറ്റി വെച്ചിട്ടുള്ള റിയാക്ഷൻസ് ആണ്, റിയാക്ടിവിറ്റിന്റെ ബേസിസിലുള്ള റിയാക്ഷൻസ് ആണ് ഡിസ്പ്ലേസ്മെന്റും ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷനും. പിന്നെ ഒരു റിയാക്ഷൻ ഉള്ളത് ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ. ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ. ഇങ്ങനെ 5 ടൈപ്പ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസ് ആണ് പഠിക്കാനുള്ളത്. സോ തുടങ്ങാം. കോമ്പിനേഷൻ റിയാക്ഷൻ, ഡീകമ്പോസിഷൻ റിയാക്ഷൻ, ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ, ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ, ഓക്സിഡേഷൻ റിയാക്ഷൻ. ഓക്കെ, 3 D വെച്ചിട്ടുള്ളതാണ് അല്ലെ. ഡീകമ്പോസിഷൻ, ഡിസ്പ്ലേസ്മെന്റ്, ഡബിൾ ഡിസ്പ്ലേസ്മെന്റ്. പിന്നെ ഒരു COയും, CODDD അല്ലെ. കോമ്പിനേഷൻ, ഡീകമ്പോസിഷൻ, ഡിസ്പ്ലേസ്മെന്റ്, ഡബിൾ ഡിസ്പ്ലേസ്മെന്റ്, ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം അല്ലെ. ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ ഇസ് കോമ്പിനേഷൻ റിയാക്ഷൻ. കോമ്പിനേഷൻ റിയാക്ഷൻ എന്താ? കോമ്പിനേഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയാക്ഷൻ ഇൻ വിച്ച് എ സിംഗിൾ പ്രോഡക്റ്റ്, ഉണ്ടാവുന്ന പ്രോഡക്റ്റ് എത്രണ്ണ? ഒറ്റ ഒരു പ്രോഡക്റ്റേ ഉണ്ടാവുള്ളൂ, സിംഗിൾ പ്രോഡക്റ്റേ ഉണ്ടാവുള്ളൂ. ഇസ് ഫോംഡ് ഫ്രം 2 or more reactants is known as a combination reaction. എന്താ പറഞ്ഞ? 2 or more reactants റിയാക്ട് ചെയ്തിട്ട്, റിയാക്ടൻസ് ഏത് സൈഡിലുള്ള ആൾക്കാരാ? LHSല് 2 or more reactants ഉണ്ടാവും. RHS എന്ന് പറയുന്ന പ്രോഡക്റ്റിന്റെ സൈഡ് അല്ലേ. പ്രോഡക്റ്റിന്റെ സൈഡിൽ എത്ര പ്രോഡക്റ്റ് ഉണ്ടാവുക? ഒരേ ഒരു പ്രോഡക്റ്റ് ആയിരിക്കും, സിംഗിൾ പ്രോഡക്റ്റ് ആയിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക? RHSൽ ഫോം ചെയ്യുന്നുണ്ടാവുക. 2 or more reactants റിയാക്ട് ചെയ്യുന്നുണ്ടാവും. ഉണ്ടാവുന്ന പ്രോഡക്റ്റോ
ഒരാളായിരിക്കും ഉണ്ടാവുക. സിംഗിൾ പ്രോഡക്റ്റ് ഇസ് ഫോംഡ്. അതാണ് എന്ത് മക്കളെ? കോമ്പിനേഷൻ റിയാക്ഷൻ. ആ ഒരു റിയാക്ഷനാണ് എന്ത് പറയാ? കോമ്പിനേഷൻ റിയാക്ഷൻ എന്ന് പറയാ. സോ റിയാക്ഷൻ ഇൻ വിച്ച് എ സിംഗിൾ പ്രോഡക്റ്റ് ഈസ് ഫോംഡ് ഫ്രം 2 or more reactant is known as a combination reaction. ഇപ്പം ഫോർ എക്സാമ്പിൾ എയും ബിയും കൂടെ ചേർന്നിട്ട് സി എന്ന് പറയുന്ന ഒരു സിംഗിൾ പ്രോഡക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാ? മാറാണ്. എ പ്ലസ് ബി ഗിവ്സ്. എ എന്ന് പറയുന്ന ഒരു റിയാക്ടന്റ് ഉണ്ട്, ബി എന്ന് പറയുന്ന വേറൊരു റിയാക്ടന്റ് ഉണ്ട്. ഇനി 2 or more ആണെങ്കിൽ സി എന്ന് പറയുന്ന വേറൊരു റിയാക്ടന്റ് ഉണ്ടാവും. ഇതൊക്കെ ചേർന്നിട്ട് 2 or more റിയാക്ടന്റ് ചേർന്നിട്ട് ഡി എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ്, ഒറ്റ ഒരു സിംഗിൾ പ്രോഡക്റ്റ് ഉണ്ടാവുന്നതിനാണ് എന്ത് പറയാ മക്കളെ? ദാറ്റ് ഈസ് കോമ്പിനേഷൻ റിയാക്ഷൻ. അതിനാണ് എന്ത് പറയാ? കോമ്പിനേഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? സോ ഇവിടെ ഒരു എക്സാമ്പിൾ ഞാൻ പറയുന്നുണ്ട്. കാൽഷ്യം, നിങ്ങൾ കണ്ടോ മക്കളെ? നിങ്ങൾ ഇതിനെ കണ്ടോ? സോളിഡ് സ്റ്റേറ്റ് ആന്ന് പറഞ്ഞിട്ടുണ്ട്, ഇത് ലിക്വിഡ് സ്റ്റേറ്റ് ആന്ന് പറയുന്നുണ്ട്, ഇത് അക്വസ് എന്ന് പറയുന്നുണ്ട്. ഇത് അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? സ്റ്റേറ്റിനെ എന്ത് ചെയ്യുന്നുണ്ട്? റെപ്രസെന്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം CaO എന്ന് പറഞ്ഞാൽ എന്താ? കാൽഷ്യം ഓക്സൈഡ് ആണ്. എടാ കാൽഷ്യം ഓക്സൈഡ് വാട്ടർ അല്ലേ? അപ്പൊ എന്ത് കിട്ടും? CaOH ട്വൈസ്. CaOH ട്വൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കാൽഷ്യം ലൈം വാട്ടർ ആയത്, കാൽഷ്യം ഹൈഡ്രോക്സൈഡ്. അപ്പൊ എന്താ കിട്ടുന്നത്? ഒരു സിംഗിൾ പ്രോഡക്റ്റ് കിട്ടുന്നുണ്ട് അല്ലേ? കാൽഷ്യം ഓക്സൈഡിനെ വെള്ളത്തില് വാട്ടറില് റിയാക്ട് ചെയ്യിപ്പിക്കുമ്പം, കാൽഷ്യം ഓക്സൈഡും വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുമ്പം നമുക്ക് കാൽഷ്യം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്ന ഒരു സിംഗിൾ പ്രോഡക്റ്റ് കിട്ടുന്നുണ്ട്. ദിസ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ എന്ത് മക്കളെ? കോമ്പിനേഷൻ റിയാക്ഷൻ. ഓക്കെ, സോ അതാണ് കോമ്പിനേഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. റിയാക്ഷൻ ഇൻ വിച്ച് എ സിംഗിൾ പ്രോഡക്റ്റ് ഇസ് ഫോംഡ് ഫ്രം 2 or more reactant is known as a combination reaction. Example, CaO plus H2O gives CaOH twice plus heat അല്ലേ? സോ ഇവിടെ നിങ്ങൾ ഇത് ബാലൻസ്ഡ് ആണോ നോക്കണേടാ? ബാലൻസ്ഡ് അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ റിയാക്ഷൻ എന്ത് ചെയ്യണം? നിങ്ങൾ ബാലൻസ്ഡ് ആക്കണം. ഓക്കെ, നെക്സ്റ്റ് ഒരു റിയാക്ഷൻ ആണ്. 2 or more പ്രോഡക്റ്റ് ചേർന്നിട്ട് എന്താവാണ്? ഒരു സിംഗിൾ 2 or more റിയാക്ടൻസ് ചേർന്നിട്ട് സിംഗിൾ പ്രോഡക്റ്റ് ആയിട്ട് മാറുകയാണ്. ദാറ്റ് ഈസ് കാർബണും, ഇത് കാർബൺ അല്ലേ? സി എന്ന് പറഞ്ഞാൽ കാർബണും ഓക്സിജനും ചേർന്നിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവുന്നു. ആ റിയാക്ഷൻ ബാലൻസ്ഡ് ആണോടാ? റിയാക്ഷൻ ബാലൻസ്ഡ് ആണോ? ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ആണോ? ഒരു കാർബൺ ആണ് ഇവിടെ ഉള്ളത്, പ്രോഡക്റ്റ് സൈഡിൽ ഒരു കാർബൺ ഉണ്ട്, കാർബൺ ബാലൻസ്ഡ് ആണ്. ഓക്സിജൻ 2 ഓക്സിജൻ ആണ് റിയാക്ടന്റ് സൈഡിലുള്ളത്, 2 ഓക്സിജൻ പ്രോഡക്റ്റ് സൈഡിലുണ്ട്. സോ ഓക്സിജനും ബാലൻസ്ഡ് ആണ്. സോ C+O2 gives CO2 എന്ന് പറയുന്നത് ഇസ് എ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ. ആൻഡ് ഇവിടെ എന്താ 2 or more reactants react to form എന്തിനു വേണ്ടിയിട്ട്? ഒരു സിംഗിൾ പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 2 or more reactants റിയാക്ട് ചെയ്യുന്നതാണ് ഒരു സിംഗിൾ പ്രോഡക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, റെഡി അല്ലേ? വേറൊരു ഇക്വേഷൻ ഇതാ, H2 plus O2 gives H2O. H2 plus O2 gives H2O. ബാലൻസ്ഡ് ആണോ? അല്ല, നമ്മൾ ബാലൻസ് ചെയ്യാൻ പഠിച്ചതാ അല്ലേ? എങ്ങനെ ബാലൻസ് ചെയ്യാം? 2H2 plus O2 gives 2H2O. 4 ഹൈഡ്രജനായി 2 ഓക്സിജനായി 2 ഓക്സിജനായി അല്ലേ? അപ്പൊ അത് ബാലൻസ്ഡ് ആയി. 2H2 plus O2 gives 2H2O അല്ലേ? ഇവിടെ എന്താ 2 or more പ്രോഡക്റ്റ് 2 or more റിയാക്ടൻസ് ആണ് റിയാക്ടന്റ് സൈഡിലുള്ളത്. ആൻഡ് നമുക്ക് എന്താ കിട്ടുന്നത്? സിംഗിൾ പ്രോഡക്റ്റ് കിട്ടുന്നുണ്ട് അല്ലേ? സോ ദിസ് ഈസ് എ എക്സാമ്പിൾ ഫോർ എന്താ? കോമ്പിനേഷൻ റിയാക്ഷൻ അല്ലേ? അതല്ലേ കോമ്പിനേഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയാക്ഷൻ വിച്ച് എ സിംഗിൾ പ്രോഡക്റ്റ് ഈസ് ഫോംഡ് ഫ്രം 2 or more reactants is known as a combination reactions. അതാണ് എന്ത് മക്കളെ? കോമ്പിനേഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. ആൻഡ് എക്സോതെർമിക് റിയാക്ഷൻസ്. എക്സോതെർമിക് റിയാക്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഇതിനു മുമ്പ് എന്ത് പഠിച്ചിട്ടുണ്ട്? നമ്മൾ ചില റിയാക്ഷൻസ് ഒക്കെ ചെയ്തപ്പം ആ ബോട്ടിൽ തൊട്ട് നോക്കൂ, നിങ്ങൾക്ക് എന്താണ് ചൂട് ഫീൽ ചെയ്യുന്നില്ലേ എന്ന് ഞാൻ ചോദിച്ചില്ലേ? എന്തുകൊണ്ടാണത്? ഹീറ്റ് ലിബറേറ്റ് ചെയ്യുന്ന റിയാക്ഷൻസ് ഉണ്ട്. അങ്ങനത്തെ റിയാക്ഷനെയാണ് നമ്മൾ എന്ത് പറയാ?
എക്സോതെർമിക് റിയാക്ഷൻ എന്ന് പറയാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില റിയാക്ടൻസ് റിയാക്ട് ചെയ്യുന്ന റിയാക്ഷൻസിൽ നമ്മൾ ആ ബോട്ടിൽ തൊടുമ്പോൾ തന്നെ നമുക്കൊരു ചൂട് ഫീൽ ചെയ്യും, നല്ലൊരു ഹീറ്റ് എന്ത് ചെയ്യുന്നുണ്ടാവും, ലിബറേറ്റ് ചെയ്യുന്നുണ്ടാവും. ആ ഒരു റിയാക്ഷൻ നടക്കുന്നതിന്റെ ഭാഗമായിട്ട് ഹീറ്റ് ലിബറേറ്റ് ചെയ്യുന്നുണ്ടാവും. അതിനാണ് എക്സോ എന്ന് പറയാം. എക്സിറ്റ് എന്നൊക്കെ പറഞ്ഞാൽ എന്താ, പുറത്തേക്കുള്ള വഴിക്കല്ലേ നമ്മൾ എക്സിറ്റ് എന്നൊക്കെ പറയാം. സോ എക്സോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പുറത്തേക്ക് വിടുന്നുണ്ട്. എന്ത് പുറത്തേക്ക് വിടുന്നുണ്ട്? ടേമിക്. ടേം എന്ന് പറഞ്ഞാൽ എന്താ? ടേം എന്ന് പറയുന്ന വാക്കെന്ന് പറഞ്ഞാൽ മീൻസ് ഹീറ്റ് ആണ്. എവിടെ ടേം എന്ന് കണ്ടു കഴിഞ്ഞാലും നിങ്ങൾ ആലോചിക്കണം, തെർമോമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? ടേം അല്ലേ, ടെമ്പറേച്ചർ അളക്കുന്നതല്ലേ. സോ ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെമ്പറേച്ചറിനെയാണ് ടേം എന്ന് പറയുന്നത്. തെർമോമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് അല്ലെ തെർമോമീറ്റർ. സോ ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെമ്പറേച്ചർ ആണ്. എക്സോ എന്ന് പറഞ്ഞാൽ എന്താ? ഔട്ട്വേർഡ്സ് അല്ലെ, പുറത്തേക്ക് വിടുന്നതിന്, പുറത്തേക്കുള്ള വഴിയിൽ നമ്മൾ എക്സിറ്റ് എന്ന് പറയുന്നില്ലേ. സോ ഒരു റിയാക്ഷന്റെ അകത്ത് ഹീറ്റ് ടേം പുറത്ത് വിടുന്നുണ്ടെങ്കിൽ, ടെമ്പറേച്ചർ ഹീറ്റിനെ പുറത്ത് വിടുന്നുണ്ടെങ്കിൽ, അങ്ങനത്തെ റിയാക്ഷനെയാണ് നമ്മൾ പറയാ മക്കളെ എക്സോതെർമിക് റിയാക്ഷൻസ്. എന്താ പറയാ? എക്സോതെർമിക് റിയാക്ഷൻസ്. ഓക്കെ, സോ chemical reactions which liberate heat are known as എന്താ പറയാ? exothermic reactions. ഇനിയിപ്പോ ഇവിടെ വേറൊരു എക്സാമ്പിൾ ഉണ്ട്, ബേണിംഗ് ഓഫ് നാച്ചുറൽ ഗ്യാസ്. ഇതെന്താ? മീഥെയിൻ ആണ്. എടാ മീഥെയിൻ ഗ്യാസ് ആണ്. മീഥെയിൻ ഗ്യാസ് ഓക്സിജനായിട്ട് ബേൺ ചെയ്യുമ്പം, ഓക്സിജൻ ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ബേണിംഗ് അല്ലെ. സോ മീഥെയിന് ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുമ്പം കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും കിട്ടുന്നു. ഓക്കെ, മീഥെയിൻ പ്ലസ് O2 ഗിവ്സ് CO2 പ്ലസ് H2O. ഇത് ബാലൻസ്ഡ് ആണോടാ? ഒരു കാർബൺ ഉണ്ട് അവിടെ, പ്രോഡക്റ്റിൽ ഒരു കാർബൺ ഉണ്ട്, 4 ഹൈഡ്രജൻ ഉണ്ട് റിയാക്ടൻസില്, 4 ഹൈഡ്രജൻ ഉണ്ട്, പ്രോഡക്റ്റില് 2 ഹൈഡ്രജനേ ഉള്ളൂ അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ബിഗസ്റ്റ് നമ്പർ മീഥെയിൻ തന്നെയാണുള്ളത്. അപ്പൊ നമ്മൾ മീഥെയിൻ തന്നെ ബാലൻസ് ചെയ്ത് തുടങ്ങും. ഇത് ബാലൻസ്ഡ് ഇല്ലാന്ന് മനസ്സിലായല്ലോ. H4 ഉണ്ട്, എന്താ അവിടെ 2 H2 ഉള്ളൂ. അപ്പൊ അതെന്താണ്? ബാലൻസ്ഡ് അല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ ബാലൻസ് ചെയ്യണം അല്ലെ. എങ്ങനെയാ ബാലൻസ് ചെയ്യാം? കെമിക്കൽ ഇക്വേഷൻ ബാലൻസ് ചെയ്യുക എങ്ങനെയാ? കൂടുതൽ നമ്പർ ഏത് കോമ്പൗണ്ടിനാണുള്ളത് നോക്കുക. അതിനകത്ത് തന്നെ CH4 മീഥെയിൻ ആണ് എന്തുള്ളത്? കൂടുതൽ നമ്പർ ഓഫ് ആറ്റംസ് ഉള്ളത്. സോ അതിനകത്ത് തന്നെ കാർബൺ ബാലൻസ്ഡ് ആണെന്ന് നമുക്കറിയാം. ഹൈഡ്രജൻ എടുത്തു, 4 ഹൈഡ്രജൻ ഉണ്ട്. പ്രോഡക്റ്റ് സൈഡിൽ ഇങ്ങനെ നോക്കുമ്പോൾ 2 ഹൈഡ്രജനേ ഉള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ ഒരു 2 കൂടെ ഇട്ട് കൊടുക്കുക. അപ്പൊ 4 ഹൈഡ്രജൻ ആയല്ലേ. 4 ഹൈഡ്രജൻ ആയി. ഇനി നമുക്ക് ആരെ ബാലൻസ് ചെയ്യണം? O2നെ ബാലൻസ് ചെയ്യണം. ഇവിടെ 2 ഓക്സിജൻ ആണുള്ളത്. പ്രോഡക്റ്റ് സൈഡിൽ നോക്കിയേ, 2 ഓക്സിജൻ ഇവിടെയും ഉണ്ട്, 2 ഓക്സിജൻ ഇവിടെയും ഉണ്ട് അല്ലെ. അപ്പൊ മൊത്തം എത്ര ഓക്സിജൻ ആയി പ്രോഡക്റ്റ് സൈഡില്? 4 ഓക്സിജൻ ആയല്ലേ. സോ നമ്മൾ എന്ത് ചെയ്യണം? ഓക്സിജനെ റിയാക്ടന്റ് സൈഡിൽ ബാലൻസ് ചെയ്യണം. സോ നമ്മൾ ഇവിടെ 2 ഇട്ട് കൊടുക്കും. ഇങ്ങനെയാണ് ഈ റിയാക്ഷൻ എന്ത് ചെയ്യേണ്ടത്? ബാലൻസ് ചെയ്യേണ്ടത്. സോ CH4 പ്ലസ് 2 O2 gives CO2 പ്ലസ് 2 H2O എന്ന് പറയുമ്പോൾ അതെന്തായി? ബാലൻസ്ഡ് ഇക്വേഷൻ ആയല്ലേ. ബാലൻസ്ഡ് ആയി. നമ്മളിത് ബാലൻസ് ചെയ്തു. പിന്നെ ഒരു എക്സാമ്പിൾ ആണ് എക്സോതെർമിക്കിന്റെ റിയാക്ഷൻസ് ആണ് പറയുന്നത്. ഡികമ്പോസിഷൻ ഓഫ് വെജിറ്റബിൾ മാറ്റർ ഇൻ ടു കമ്പോസ്റ്റ്. വെജിറ്റബിൾ മാറ്റർ കമ്പോസ്റ്റ് ആയിട്ട് മാറുമ്പോൾ അവിടെ എക്സോതെർമിക് റിയാക്ഷൻ ആണ് നടക്കുന്നത്. ഓക്കെ, പിന്നെ റെസ്പിറേഷൻ ഇൻ ആനിമൽസിലും അത് തന്നെയാണ് നടക്കുന്നത്. റെസ്പിറേഷൻ ഇൻ ആനിമൽസിന്റെ ഒരു കെമിക്കൽ ഇക്വേഷൻ ആണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ നമ്മൾ കഴിക്കുന്ന റൈസ്, പൊട്ടറ്റോസ്, ബ്രെഡ്, ഇതിനകത്തൊക്കെ എന്താ മക്കളെ ഉള്ളത്? കാർബോഹൈഡ്രേറ്റ് ആണ് ഉള്ളത്. നമ്മൾ കഴിക്കുന്ന ഫുഡിൽ പല കോമ്പണൻസ് ഇല്ലേ? എന്തൊക്കെ ഉണ്ട്? കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, പ്രോട്ടീൻ ഉണ്ട്, ഫാറ്റ് ഉണ്ട്, വാട്ടർ കഴിക്കുന്നുണ്ട്, മിനറൽസ് ഉണ്ട് അല്ലെ, വൈറ്റമിൻസ് ഒക്കെ നമ്മൾ ഇൻടേക്ക് ചെയ്യുന്നുണ്ട് അല്ലെ. ഈ ഇൻടേക്ക് ചെയ്യുന്നതിൻ്റെ അകത്ത് ഈ റൈസ്, പൊട്ടറ്റോസ്, ഈ ബ്രെഡിനകത്തൊക്കെ ഉള്ളത് കാർബോഹൈഡ്രേറ്റ്സ് ആണ്. ഈ കാർബോഹൈഡ്രേറ്റ്സിന്റെ അകത്ത് ബ്രേക്ക് ഡൗൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റ് ആയിട്ട് കിട്ടുന്നില്ലേ? അപ്പൊ കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്ന ഒരു വലിയൊരു മോളിക്യൂളാ. അതിനെ നമ്മളെ ബോഡീന്റെ അകത്തുനിന്ന് ഡൈജസ്റ്റ് ചെയ്തിട്ട് എന്താക്കിയിട്ട് മാറ്റും? വലിയ കാർബോഹൈഡ്രേറ്റിന് എന്താക്കിയിട്ട് മാറ്റും? നമ്മളെ ബോഡിക്ക് അബ്സോർബ് ചെയ്യാൻ പാകത്തില് എന്താക്കും? നിങ്ങളത് ബയോളജിയിൽ പഠിക്കുന്നുണ്ടാവും അല്ലെ. കാർബോഹൈഡ്രേറ്റിന് എന്താക്കിയിട്ട് മാറ്റും? ഗ്ലൂക്കോസ് ആക്കിയിട്ട് മാറ്റും അല്ലെ.
ഗ്ലൂക്കോസ് ആക്കി മാറ്റിയാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ബോഡിക്ക് അതിനെ അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ അല്ലെ, നമ്മളെ സെൽസിന് എടുക്കണ്ടേ. അപ്പം അതെന്ത് ചെയ്യും, ഗ്ലൂക്കോസ് ആക്കിയിട്ട് മാറ്റും. ഈ ഗ്ലൂക്കോസ് ആരുമായിട്ട് കമ്പൈൻ ചെയ്യും, കമ്പൈൻസ് വിത്ത് ഓക്സിജൻ ഇൻ ദി സെൽസ് ഓഫ് അവർ ബോഡി ആൻഡ് പ്രൊവൈഡ്സ് എനർജി. ഈ ഗ്ലൂക്കോസ് സെല്ലിനകത്ത് ഓക്സിജൻ ഉണ്ടല്ലേ, നമ്മൾ ബ്രീത്ത് ഇൻ ചെയ്തിട്ടുള്ള, നമ്മൾ എടുക്കുന്നില്ലേ, ഇൻടേക്ക് ഓഫ് ഓക്സിജൻ ചെയ്യുന്നില്ലേ, ആ ഒരു ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്യും. അങ്ങനത്തെ റിയാക്ഷൻ ആണ് എന്ത്, റെസ്പിറേഷൻ. അതിനാണ് എന്ത് പറയാ, റെസ്പിറേഷൻ എന്ന് പറയാ. ആൻഡ് റെസ്പിറേഷന്റെ ഒരു റിയാക്ഷൻ ആണ് ഇവിടെ എനർജി റിലീസ് ചെയ്യുന്നുണ്ട് അല്ലെ. സോ എക്സോതെർമിക് ആണ് അല്ലെ, എക്സോതെർമിക് ആണ്. C6H12O6 plus 6O2 plus 6 gives 6CO2 plus 6H2O plus energy. അവിടെ എനർജി റിലീസ് ചെയ്യുന്നുണ്ട് അല്ലെ. സോ ഇത് ബാലൻസ്ഡ് അല്ലേടാ, ബാലൻസ്ഡ് അല്ലേ, 6 കാർബൺ ഉണ്ട്, പ്രോഡക്റ്റ് സൈഡിൽ 6 കാർബൺ ഉണ്ട്, 6CO2 അല്ലേ, 6 കാർബൺ ഉണ്ട്, 12 ഹൈഡ്രജൻ ഉണ്ട്, H12 അല്ലേ, 12 ഹൈഡ്രജൻ ഉണ്ട്, 6 × 2 12 ഹൈഡ്രജൻ ഉണ്ട്, ഓക്സിജൻ 6 ഓക്സിജൻ ഉണ്ട്, പ്ലസ് ഇവിടെ വേറെ ഓക്സിജൻ ഉണ്ട് അല്ലെ. ഇവിടെ ഒരു ഗ്ലൂക്കോസിന്റെ അകത്തുള്ള ഒരു ഓക്സിജൻ, സോറി 6 ഓക്സിജൻ ഉണ്ട്, ഇവിടെ എന്തുണ്ട്, 12 ഓക്സിജൻ ഉണ്ട് അല്ലെ. അപ്പൊ 12 6 18 ഓക്സിജൻ ആയി അല്ലെ, 18 ഓക്സിജൻ ആയി. ആൻഡ് ഇവിടെ എത്ര ഓക്സിജൻ ഉണ്ട്, 6O2 എത്ര ഓക്സിജൻ ഉണ്ട്, 12 ഓക്സിജൻ ഉണ്ട്. 6H2O അകത്ത് എത്ര ഓക്സിജൻ ഉണ്ട്, 6 ഓക്സിജൻ ഉണ്ട് അല്ലെ. അപ്പൊ 12 6 ചേർന്ന് കഴിഞ്ഞാൽ 18 ആയി. ഇത് ബാലൻസ്ഡ് ഇക്വേഷൻ ആണ് അല്ലെ. സോ C6H12O6 plus 6O2 gives 6CO2 plus 6H2O plus energy. അത് എന്താണ്, എക്സോതെർമിക് റിയാക്ഷന്റെ എക്സാമ്പിൾ ആണ്. ആൻഡ് നിങ്ങൾ കണ്ടോ ഇതില് ഫിസിക്കൽ സ്റ്റേറ്റ് റെപ്രസെന്റ് ചെയ്തത്, അക്വസ് ആയിട്ടുള്ള സാധനം ബ്രാക്കറ്റിൽ ഇട്ടിട്ടുണ്ട് അല്ലെ, അക്വസ് ഇട്ടിട്ടുണ്ട്. ലിക്വിഡ് ആണെങ്കിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ലിക്വിഡ് എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് അല്ലെ. സോ ഇത് ബാലൻസ്ഡും ആണ്. ഓക്കെ, ഇനി നമ്മളൊരു റിയാക്ഷൻ ആണ് a solution of slaked lime produced by the reaction of calcium oxide, CaO എന്ന് പറഞ്ഞാൽ എന്താ, calcium oxide, and water is used for whitewashing walls. നമ്മുടെ വീട്ടിലെ ചുമരൊക്കെ വൈറ്റ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നതാണ് ഒരു സൊല്യൂഷൻ ഓഫ് സ്ലേക്കഡ് ലൈം. സ്ലേക്കഡ് ലൈം എന്ന് പറഞ്ഞാല് കാൽഷ്യം ഹൈഡ്രോക്സൈഡ് അല്ലേടാ, കാൽഷ്യം ഹൈഡ്രോക്സൈഡ്. എങ്ങനെയാ ഈ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ഉണ്ടാക്കുന്നത്, എങ്ങനെയാ ഉണ്ടാക്കുന്നത്, produced by the reaction of calcium oxide and water and H2O. Produced by the reaction of calcium oxide and H2O. അതെങ്ങനെയാണ് റിയാക്ഷൻ വരിക, കാൽഷ്യം ഓക്സൈഡും വാട്ടറും റിയാക്ട് ചെയ്യിക്കാൻ അറിയോ? നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, ഫസ്റ്റ് പഠിച്ചിട്ടുണ്ട്, ഈ റിയാക്ഷൻ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. കാൽഷ്യം ഓക്സൈഡ് പ്ലസ് H2O എങ്ങനെയാ, എന്താ കിട്ടുക, കാൽഷ്യം ഹൈഡ്രോക്സൈഡ് കിട്ടും അല്ലെ. ഇത് രണ്ടും കൂടെ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കാൽഷ്യം ഹൈഡ്രോക്സൈഡാ കിട്ടുക, കാൽഷ്യം ഹൈഡ്രോക്സൈഡാ കിട്ടുക. ഇങ്ങനെ നമ്മൾ ഈ ഒരു റിയാക്ട് ചെയ്തിട്ട് കിട്ടിയിരിക്കുന്ന സ്ലേക്കഡ് ലൈം അഥവാ കാൽഷ്യം ഹൈഡ്രോക്സൈഡ്, ഈ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് എന്തിനു വേണ്ടി യൂസ് ചെയ്യും, വൈറ്റ് വാഷിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യും. അപ്പം ചുണ്ണാമ്പ് വെള്ളം അല്ലെ, നമ്മൾ വൈറ്റ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും. കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ഇല്ലേടാ, ഈ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ഇല്ലേ, സ്ലേക്കഡ് ലൈം, സ്ലേക്കഡ് ലൈം, ഈ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് റിയാക്ട് സോളി വിത്ത് ദി കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ എയർ. നമ്മള് വോൾ ഇങ്ങനെ വൈറ്റ് വാഷ് ചെയ്തു, വോള് വൈറ്റ് വാഷ് ചെയ്തു, എന്നിട്ട് നമ്മൾ അവിടെ വെച്ചേക്കുക. വോള് വൈറ്റ് വാഷ് ചെയ്ത് വോൾ എന്ത് ചെയ്യും, ഇതൊരു കെമിക്കൽ ആണ് അല്ലെ, കാൽഷ്യം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്ന സാധനം കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, വൈറ്റ് വാഷ് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മുടെ വോൾ എപ്പോഴും കോണ്ടാക്ട് വിത്ത് അറ്റ്മോസ്ഫിയർ അല്ലേ, വോൾ എപ്പോഴും ഇങ്ങനെ ചുമ്മാ അടങ്ങിയിരിക്കുകയല്ലോ, വോളിന് എപ്പോഴും എന്താണ്, അറ്റ്മോസ്ഫിയറിക് കോണ്ടാക്ട് വരും. അറ്റ്മോസ്ഫിയറിൽ ആരുണ്ടടാ, അറ്റ്മോസ്ഫിയറിൽ ആരുണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടല്ലേ. അപ്പം ഈ സ്ലേക്കഡ് ലൈം അഥവാ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് എന്ത് ചെയ്യും, ഈ കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്യും. എന്നിട്ട് എന്ത് ഫോം ചെയ്യുമെടാ, എന്ത് ഫോം ചെയ്യും, to form a thin layer of calcium carbonate. എന്ത് ഫോം ചെയ്യും, കാൽഷ്യം ഹൈഡ്രോക്സൈഡ്
അറ്റ്മോസ്ഫറിക് കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് കാൽഷ്യം കാർബണേറ്റ് ഉണ്ടാവും. കാൽഷ്യം CaCO3 എന്ന് പറഞ്ഞാൽ എന്താ? കാൽഷ്യം കാർബണേറ്റ് ആണ് കേട്ടോ. CO3 എന്ന് പറഞ്ഞാൽ കാർബണേറ്റിനെ കാണിക്കാനാ ഉപയോഗിക്കാം. CaCO3 എന്ന് പറഞ്ഞാൽ കാൽഷ്യം കാർബണേറ്റ്. Na2CO3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഡിയം കാർബണേറ്റ് ആണ്. Na2 വന്നു കഴിഞ്ഞാൽ സോഡിയം. അപ്പൊ CO3 വന്നു കഴിഞ്ഞാൽ അതിന് എന്താ പറയാ? കാർബണേറ്റ് ഗ്രൂപ്പ് അത്. സോ ഈ സ്ലേക്കഡ് ലൈം അറ്റ്മോസ്ഫറിക് നമ്മൾ സ്ലേക്കഡ് ലൈം എങ്ങനെയാ? വൈറ്റ് വാഷ് ചെയ്യുന്ന സാധനം കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് ചേർന്നിട്ട് എന്ത് ഫോം ചെയ്യുമെടാ? കാൽഷ്യം കാർബണേറ്റ് ഫോം ചെയ്യും. അതാ പറയുന്നത്, കാൽഷ്യം കാർബണേറ്റ് ഫോം ചെയ്യും. എത്ര ദിവസം കഴിയണം? കാൽഷ്യം കാർബണേറ്റ് ഈസ് ഫോംഡ് ആഫ്റ്റർ 2 or 3 days ഓഫ് വൈറ്റ് വാഷിംഗ്. നമ്മൾ വൈറ്റ് വാഷ് ചെയ്തു 2-3 ദിവസം കഴിയുമ്പോൾ എന്താവും? ഇത് കുറെ 2-3 ദിവസം ഈ കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ടൊക്കെ കോണ്ടാക്ട് വരും അല്ലെ. ഈ 2-3 ദിവസം ഇതിന് കോണ്ടാക്ട് വരുമ്പം അവിടെ കാൽഷ്യം കാർബണേറ്റ് ഫോം ചെയ്യും. ആ കാൽഷ്യം കാർബണേറ്റിന് ഒരു മാർബിളിന്റെ സ്വഭാവം, ഒരു മാർബിളിന്റെ നാച്ചുറേറ്റ്, ഒരു ഷൈനി ആയിട്ടുള്ള എന്തായിരിക്കും? മാർബിളിന്റെ ഷൈനി ഫിനിഷ് കൊടുക്കും. മാർബിളിനെ പോലെയുള്ള ഒരു ഷൈനി ഫിനിഷ് കൊടുക്കും. മാർബിളിന്റെ കെമിക്കൽ ഫോർമുല എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? CaCO3 തന്നെ കിട്ടുക. കാൽഷ്യം കാർബണേറ്റ് തന്നെയാണ് മാർബിളിന്റെ കെമിക്കൽ ഫോർമുല. അതുകൊണ്ടാണ് നമ്മൾ വൈറ്റ് വാഷ് ചെയ്തിട്ട് 2-3 ദിവസം കഴിയുമ്പോൾ എന്താണ്? വോള് ഭയങ്കര ഷൈനി ആയിട്ട് നിൽക്കുന്നത്. നിങ്ങൾ ജസ്റ്റ് അതൊന്ന് അറിഞ്ഞിരിക്കുക. എന്താ സംഭവിക്കുന്നത്? നമ്മൾ കാൽഷ്യം ഓക്സൈഡും വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്ത് കിട്ടുന്ന കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ആണ് നമ്മൾ വൈറ്റ് വാഷിംഗ് ഓഫ് വാൾസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ആൻഡ് ആഫ്റ്റർ വൈറ്റ് വാഷിംഗ് ഒരു 2 to 3 days അത് അറ്റ്മോസ്ഫറിക് കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് കമ്പൈൻ ചെയ്യും. കമ്പൈൻ ചെയ്തിട്ട് CaCO3 അഥവാ കാൽഷ്യം കാർബണേറ്റ് എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് ഉണ്ടാക്കും. ആൻഡ് അത് തന്നെയാണ് മാർബിളിന്റെയും കെമിക്കൽ ഫോർമുല. അതാണ് വോളിന് എന്ത് കൊടുക്കുന്നത്? ഒരു ഷൈനി അപ്പിയറൻസ് ആഫ്റ്റർ വൈറ്റ് വാഷിംഗ്. ഒരു 2-3 ദിവസം കഴിയുമ്പം ഭയങ്കര ഷൈനി അപ്പിയറൻസ് കൊടുക്കുന്നത് ആ മാർബിളിന്റെ ഇഫക്റ്റ് ആണ്. CaCO3 ഫോം ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പൊ അവിടെയും എന്താണ് നടക്കുന്നത് മക്കളെ? ഒരു കെമിക്കൽ റിയാക്ഷൻ ആണ് നടക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് നെക്സ്റ്റ് ടൈപ്പ് ആണ്, ദാറ്റ് ഈസ് ഡീകമ്പോസിഷൻ റിയാക്ഷൻ. എന്താ? ഡീകമ്പോസിഷൻ റിയാക്ഷൻ. നമ്മൾ പഠിക്കാൻ പോകുന്ന അടുത്ത ടൈപ്പാ ഡീകമ്പോസിഷൻ റിയാക്ഷൻ. എന്താ? ഒരു സിംഗിൾ റിയാക്ടന്റേ ഉണ്ടാവുള്ളൂ. ഡീകമ്പോസിഷൻ റിയാക്ഷന്റെ പ്രത്യേകത എന്താ? ഒരു സിമ്പിൾ റിയാക്ടന്റ് ആയിരിക്കും ഉണ്ടാവുക. ആ സിമ്പിൾ റിയാക്ടന്റ് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് സിംപ്ലർ ആയിട്ടുള്ള ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സിംഗിൾ റിയാക്ടന്റ് ആയിരിക്കും. ആ റിയാക്ടന്റ് ഡീകമ്പോസ് ചെയ്തിട്ട് എന്ത് ചെയ്യും? പ്രോഡക്ട്സ് കിട്ടുന്നതിനാണ് നമ്മൾ എന്ത് പറയുക? ഡീകമ്പോസിഷൻ റിയാക്ഷൻ. ഒന്നിലധികം പ്രോഡക്ട്സ് ചിലപ്പോൾ കിട്ടിയെന്ന് വരും. So decomposition reaction എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a single reactant break down to give simpler products. Okay, and decomposition type എന്ന് പറയുന്നത് thermal decomposition ഉണ്ട്, photolytic decomposition ഉണ്ട്, and electrolytic decomposition. 3 type of decomposition reactions ആണ് നമുക്ക് പഠിക്കാനുള്ളത്. That is thermal. Therm നമ്മൾ നേരത്തെ പഠിച്ചില്ലേ? therm എന്ന് പറയുന്ന വാക്ക് എന്താ? ടെമ്പറേച്ചർ ആണ് അല്ലെ. എക്സോതേർമിക് പറഞ്ഞപ്പോൾ പഠിച്ചില്ലേ? therm എന്ന് പറഞ്ഞാൽ temperature. So thermal decomposition ഉണ്ട്, photolytic decomposition. Photolytic എന്ന് പറഞ്ഞു കഴിഞ്ഞാല് photo means എന്താടാ? ഫോട്ടോസിന്തസിസ് പഠിച്ചിട്ടില്ലേ? ഫോട്ടോസിന്തസിസ്, ഫോട്ടോ ഇലക്ട്രിക് ഇഫക്ട് പഠിച്ചിട്ടില്ല. പോട്ടെ, ഫോട്ടോസിന്തസിസ് പഠിച്ചിട്ടുണ്ടല്ലേ? ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞാൽ ഫോട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റാണ്. ലൈറ്റിന്റെ പ്രസൻസിൽ കാർബൺ ഡൈ ഓക്സൈഡും സൺലൈറ്റിന്റെ പ്രസൻസിൽ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടർ ഉപയോഗിച്ചിട്ട് പ്ലാന്റ്സ് ഫുഡ് ഉണ്ടാക്കുന്നതിനല്ലേ നമ്മൾ ഫോട്ടോസിന്തസിസ് എന്ന് പറയാം. സോ ഫോട്ടോ മീൻസ് ലൈറ്റ്, തേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെമ്പറേച്ചർ, ഫോട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റ് അല്ലെ. സോ ഫോട്ടോലിറ്റിക് ഡീകമ്പോസിഷൻ. പിന്നെ പറയുന്നത് ഇലക്ട്രോലിറ്റിക് ഡീകമ്പോസിഷൻ. ഇലക്ട്രോലിറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ യൂസ് ചെയ്യുക? ഇലക്ട്രിസിറ്റി. സോ ഇലക്ട്രോലിറ്റിക് ഡീകമ്പോസിഷൻ. അങ്ങനെ 3 ടൈപ്പ് ഓഫ് ഡീകമ്പോസിഷൻ ആണ് ഇവിടെ. എന്താ സംഭവിക്കുന്നത്? ഒരു സിംഗിൾ റിയാക്ടന്റ് എന്ത് ചെയ്യും? ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് വിത്ത് ദ ഇൻഫ്ലുവൻസ് ഓഫ് ഇതിൽ 3 ആയിരിക്കും ടു ഗിവ് സിംപ്ലർ പ്രോഡക്ട്സ്. അപ്പം ടെമ്പറേച്ചറിന്റെ ഇൻഫ്ലുവൻസിൽ, ടെമ്പറേച്ചർ ഉപയോഗിച്ചിട്ടാണ്
ബ്രേക്ക് ഡൗൺ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ thermal decomposition എന്ന് പറയും. ആൻഡ് ലൈറ്റ് ആണെങ്കിൽ ലൈറ്റിന്റെ ഇൻഫ്ലുവൻസിലാണ് ബ്രേക്ക് ഡൗൺ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഫോട്ടോലിറ്റിക് ഡീകമ്പോസിഷൻ എന്ന് പറയും. ആൻഡ് ഓൾസോ ഇലക്ട്രിസിറ്റിന്റെ പ്രസൻസിലാണ് ബ്രേക്ക് ഡൗൺ ആവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് നോൺ ആസ് ഇലക്ട്രോലിറ്റിക് ഡീകമ്പോസിഷൻ. 3 ടൈപ്പ് ഓഫ് ഡീകമ്പോസിഷൻ ആണുള്ളത്. thermal decomposition, photolytic decomposition and electrolytic decomposition. 3 ടൈപ്പ് ഓഫ് decomposition. ഇതിന് ഓരോന്നിനും നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ പഠിക്കാനുണ്ട്. ഓക്കെ, ഫസ്റ്റ് വൺ ഈസ് thermal decomposition. thermal decomposition. ഓക്കെ ഓക്കെ സോ നമുക്ക് ഒരു എക്സ്പെരിമെന്റ് തന്നിരിക്കുകയാണ് thermal decomposition കാണിക്കാൻ വേണ്ടിയിട്ട്. thermal decomposition റിയാക്ഷൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് നിങ്ങളോട് പറയാണ് ഫെറസ് സൾഫേറ്റ് ക്രിസ്റ്റൽസ് എടുക്കുക. 2 grams ഓഫ് ഫെറസ് സൾഫേറ്റ് ക്രിസ്റ്റൽസ് എടുക്കുക. ഒരു ബോയിലിംഗ് ട്യൂബിന്റെ അകത്ത് ഫെറസ് സൾഫേറ്റ് ആണ്. ഫെറസ് സൾഫേറ്റ് എടുക്കുക. ഫെറസ് സൾഫേറ്റ് എടുത്തിട്ട് അതിന്റെ കളറ് നോക്കുക. അതിന്റെ കളറ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഗ്രീൻ കളർ ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റുക. അതാണ് ഫെറസ് സൾഫേറ്റ്. ഫെറസ് എന്ന് പറഞ്ഞാൽ ഗ്രീൻ എപ്പോഴും ഉണ്ടാവുക. സോ നിങ്ങൾ ഫെറസ് സൾഫേറ്റ് എടുക്കുക, അതിന്റെ കളർ നോട്ട് ചെയ്യുക, എന്നിട്ട് നമ്മൾ അതിനെ ഹീറ്റ് ചെയ്യാം. ഓക്കെ, നമ്മൾ ഫെറസ് സൾഫേറ്റ് എടുക്കുക, അതിന്റെ കളർ നോക്കുക, എന്നിട്ട് നമ്മൾ ഹീറ്റ് ചെയ്യുക. നമ്മൾ thermal decomposition അല്ലേ പറയുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? നമ്മൾ ഹീറ്റ് ചെയ്യേണ്ടി വരും. അതിന് വേണ്ടി നമുക്ക് എടുക്കാൻ പറഞ്ഞിരിക്കുന്ന മെറ്റീരിയൽ എന്താ? ഫെറസ് സൾഫേറ്റ് എടുക്കുക, നമ്മൾ ഹീറ്റ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? എന്തെങ്കിലും കളർ ചേഞ്ച് ഉണ്ടോ ആഫ്റ്റർ ഹീറ്റിംഗ് എന്നാണ് നമ്മൾ നോക്കേണ്ടത്. നിങ്ങൾക്ക് കാണാൻ പറ്റും ഗ്രീൻ കളറിലുള്ള ഫെറസ് സൾഫേറ്റ് മാറിയിട്ട് ബ്രൗണിഷ് ബ്ലാക്ക് കളറായിട്ട് മാറിയിട്ടുണ്ടാവും. അതാണ് നമ്മുടെ ഒബ്സർവേഷൻ. ഗ്രീൻ കളർ മാറിയിട്ട് ബ്രൗണിഷ് ബ്ലാക്ക് കളറായിട്ട് മാറിയിട്ടുണ്ടാവും. അതാണ് നമ്മളുടെ എക്സ്പെരിമെന്റ്. ആൻഡ് ഓൾസോ നമ്മുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്ന അതിന്റെ കളർ എന്തായിരിക്കും? ബ്രൗണിഷ് ബ്ലാക്ക് ആയിരിക്കും. സോ ഇതാണ് ഫെറസ് സൾഫേറ്റ്. FeSO4 ആണ്. ഫെറസ് സൾഫേറ്റ് ആണ്. Fe2+ ആ. സോ FeSO4 ഹീറ്റ് ചെയ്യാം. അതല്ലേ സിംഗിൾ എന്താ റിയാക്ടന്റ് എന്ത് ചെയ്യും? ഡീകമ്പോസസ് ടു ഗിവ് പ്രോഡക്ട്സ് അല്ലെ? അതല്ലേ ഡീകമ്പോസിഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് 2FeSO4 നമ്മൾ ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ത് കൊടുക്കണം? ഒരു ട്രയാങ്കിൾ സിമ്പിൾ കൊടുക്കണം അല്ലെ? ഹീറ്റിംഗിന്റെ സിമ്പിൾ അല്ലെ? ട്രയാങ്കുലാർ ഇത് കൊടുക്കുക. ഇക്വേഷന്റെ മേലെ നമുക്ക് കൊടുക്കാൻ പറ്റും. സോ FeSO4 ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ Fe2O3യും SO2ഉം SO3യും ആണ് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുക. സോ FeSO4 decomposes into Fe2O3 plus SO2 plus SO3 ആയിട്ട് ഡീകമ്പോസ് ചെയ്യും. ഓക്കെ ഓക്കെ ഇത് ബാലൻസ്ഡ് ആണോടെ ഇക്വേഷൻ? ഇതിന്റെ സ്റ്റേറ്റ് റെപ്രസെന്റ് ചെയ്ത കണ്ടില്ലേ നിങ്ങൾ? ബ്രാക്കറ്റിൽ സോളിഡ് സ്റ്റേറ്റ്, ഗ്യാഷ്യസ് സ്റ്റേറ്റ് എന്നൊക്കെ റെപ്രസെന്റ് ചെയ്ത് കണ്ടില്ലേ? സോ FeSO4 എന്ന് പറയുന്ന ഫെറസ് സൾഫേറ്റിനെ FeSO4 2FeSO4 അത് ഗീവ്സ്, ഇപ്പൊ നമ്മൾ A gives B+C ഓൺ എന്ത്? ഹീറ്റിംഗ് അല്ലെ? ഇങ്ങനെയായില്ലേ? ഈ ഫോമാറ്റിലായില്ലേടാ റിയാക്ഷൻ. thermal decomposition എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിയാക്ടന്റ് ഉണ്ടാവും, അതിന് ടെമ്പറേച്ചർ കിട്ടുമ്പോൾ അത് എന്ത് ചെയ്യും? ഡീകമ്പോസ് ചെയ്തിട്ട് പ്രോഡക്ട്സ് കിട്ടും. ദാറ്റ് ഈസ് thermal decomposition. FeSO4 എന്ന് പറയുന്ന റിയാക്ടന്റിനെ നമ്മൾ ഹീറ്റ് ചെയ്ത് അപ്പൊ നമുക്ക് Fe2O3 കിട്ടി, SO2 കിട്ടി, SO3യും കിട്ടി. ആൻഡ് ഓൾസോ ആ ഗ്രീൻ കളറിലുള്ള ഫെറസ് സൾഫേറ്റിന്റെ കളർ മാറിയിട്ട് ഒരു ബ്രൗണിഷ് ബ്ലാക്ക് കളറായിട്ട് മാറി. ഈ റിയാക്ഷൻ ബാലൻസ്ഡ് ആണോ അല്ലയോ? റിയാക്ഷൻ ബാലൻസ്ഡ് ആണോ അല്ലയോ? 2 Fe ഉണ്ട് റിയാക്ടന്റ് സൈഡില്, പ്രോഡക്റ്റ് സൈഡില് 2 Fe ഉണ്ട്. അപ്പം അയൺ ബാലൻസ്ഡ് ആണ്. SO4 ഞാൻ എപ്പോഴും ഒരുമിച്ചെടുക്കാനല്ലേ പറയാ? SO4 ഒരുമിച്ചെടുക്കാനാ പറയാ അല്ലെ? പക്ഷെ ഇവിടെ നമുക്ക് പ്രോഡക്റ്റ് സൈഡിൽ SO4 ഇല്ല. സോ നമുക്ക് എന്ത് നോക്കാം? 2 സൾഫർ ഉണ്ട് അല്ലെ? 2 സൾഫർ ഉണ്ട്. ഇവിടെ എത്ര സൾഫറാ ഉള്ളത്? 1 സൾഫർ ഇവിടെയും ഉണ്ട്, 1 സൾഫർ ഇവിടെയും ഉണ്ട്. അപ്പം 2 സൾഫർ റിയാക്ടന്റിലുണ്ട്, 2 സൾഫർ പ്രോഡക്റ്റിലുണ്ട്. അപ്പം അയൺ ബാലൻസ്ഡ് ആണ്, സൾഫറും ബാലൻസ്ഡ് ആണ്. പിന്നെ ഓക്സിജൻ നോക്കൂ, 2 × 4 8 ഓക്സിജൻ അല്ലേ റിയാക്ടന്റ് സൈഡിലുള്ളത്. പ്രോഡക്റ്റ് സൈഡിലോ 3 ഓക്സിജൻ ഇവിടെയുണ്ട്, 2 ഓക്സിജൻ ഇവിടെയുണ്ട്, 3 ഓക്സിജൻ ഇവിടെയുമുണ്ട്. അപ്പം 3 + 2 + 3 = 8 അല്ലേ? അപ്പൊ എന്താണ്? ഓക്സിജനും ബാലൻസ്ഡ് ആണ്. സോ ഈ ഒരു കെമിക്കൽ ഇക്വേഷൻ ബാലൻസ്ഡ് ആണ്.
2FeSO4 gives Fe2O3 plus SO2 plus SO3. This is a balanced chemical equation, and here FeSO4 decomposes into Fe2O3, SO2 and SO3 ആയിട്ട് ഡീകമ്പോസ് ചെയ്യുന്നുണ്ട്. ആൻഡ് നമ്മൾ ഇതിനെ കളർ ചേഞ്ച് അല്ലേ നമ്മൾ വിസിബിൾ ആയിട്ട് കാണുന്നത്. ഇതിനൊരു പഞ്ചൻ സ്മെൽ ഉണ്ടാവും. നമ്മൾ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ FeSO4നെ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പഞ്ചൻ സ്മെൽ ഉണ്ടാവും. അത് എന്തുകൊണ്ടാണെന്ന് അറിയോടാ? സൾഫർ കത്തുമ്പോൾ ഉള്ള സ്മെല്ലാ, ഡ്യൂ ടു ദ ബേണിംഗ് ഓഫ് സൾഫർ അല്ലേ. ഈ FeSO4ന്റെ അത് ഹീറ്റ് ചെയ്യുമ്പം ഇതിലുള്ള ഈ സൾഫർ എന്ത് ചെയ്യും? ബേൺ ചെയ്യും. ഈ ബേൺ ചെയ്യുമ്പോൾ ഒരു സൾഫറിന് ഒരു സ്മെല്ലുണ്ട്, ഒരു പഞ്ചൻ സ്മെല്ലുണ്ട്. ആൻഡ് ദാറ്റ് വിൽ ബി എക്സ്പീരിയൻസ്ഡ്. അത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. സൾഫറിന്റെ സ്മെല്ല് എന്നത് ക്ലിയർ ആയിട്ട് മനസ്സിലാവാനും പറ്റും. ദാറ്റ് ഈസ് അബൌട്ട് thermal decomposition. ക്ലിയർ ആയോ? thermal decomposition എന്താന്ന്? ഡീകമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു റിയാക്ടന്റ് ഡീകമ്പോസ് ചെയ്തിട്ട് നമുക്ക് പ്രോഡക്റ്റ് കിട്ടും. ആൻഡ് അത് ടെമ്പറേച്ചറിന്റെ ഇൻഫ്ലുവൻസിലാണെങ്കിൽ, ഹീറ്റിംഗ് ആണ് അവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് thermal decomposition എന്നാണ് നമ്മൾ വിളിക്കുന്നത്. അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, വേറൊരു എക്സാമ്പിൾ ആണ് CaCO3 gives CaO and CO2. CaO plus CO2. നമ്മൾ എന്ത് ചെയ്യല്ലേ? ഇവിടെ എയറോ മാർക്കിന്റെ മുകളിൽ ഹീറ്റിംഗ് നിങ്ങൾ റെപ്രസെന്റ് ചെയ്യണേ. അപ്പൊ മാത്രമേ അത് എന്താവുള്ളൂ? thermal decomposition ആവുള്ളൂ അല്ലെ. സോ എങ്ങനെയാണ് ഇത് ഡീകമ്പോസ് ചെയ്യുന്നതെന്നാ? ടെമ്പറേച്ചർ ആവുമ്പോൾ thermal decomposition. ബാലൻസ്ഡ് ആണോടാ ഇക്വേഷൻ? ഇതെന്താ നമ്മൾ പഠിച്ചതല്ലേ? ഇത് കാർബണേറ്റ്, CO3 കാർബണേറ്റ് ആണെന്ന് ഞാൻ പറഞ്ഞില്ലേ? ദിസ് ഈസ് കാൽഷ്യം കാർബണേറ്റ് അല്ലേ. കാൽഷ്യം കാർബണേറ്റും ഇതെന്താ? കാൽഷ്യം ഓക്സൈഡ് അല്ലെ. ദിസ് ഇസ് കാൽഷ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും. കാർബൺ ഡൈ ഓക്സൈഡ് നിങ്ങൾക്ക് അറിയാലോ. സോ കാൽഷ്യം കാർബണേറ്റ് ഡീകമ്പോസസ് ടു ഫോം കാൽഷ്യം ഓക്സൈഡ് ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് അല്ലെ. ഇവിടെ കാൽഷ്യം ഓക്സൈഡിനെ പറയുന്ന പേരാണ് ലൈം അല്ലെങ്കിൽ ക്യുക്ലൈം എന്നാ പറയാ. കാൽഷ്യം ഓക്സൈഡ് ഇസ് നോൺ ആസ് ക്യുക്ലൈം എന്നാ ഇതിന്റെ പേര്. ഇത് നിങ്ങൾ പഠിക്കണേ. കാൽഷ്യം ഓക്സൈഡ് ക്യുക്ലൈം ആണ്. അതിന് ഒരുപാട് യൂസേഴ്സ് ഉണ്ട്. അതിലൊന്നാണ് സിമെന്റിന്റെ മാനുഫാക്ചറിൽ കാൽഷ്യം ഓക്സൈഡ് യൂസ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ മാനുഫാക്ചർ ഓഫ് സിമെന്റ് മാനുഫാക്ചറിങ്ങിന് യൂസ് ചെയ്യുന്നതാണ് എന്ത്? കാൽഷ്യം ഓക്സൈഡ് എന്ന്. ഇനി ഒരു ഡീകമ്പോസിഷൻ റിയാക്ഷൻ ഹീറ്റിംഗ് കാരണമാണ് ഡീകമ്പോസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയുന്നു പറഞ്ഞു? ഇറ്റ് ഈസ് നോൺ ആസ് thermal decomposition അല്ലെ. അതാണ് ഇപ്പൊ നമുക്ക് thermal decomposition രണ്ട് എക്സാമ്പിൾ പഠിച്ചു. കാൽഷ്യം കാർബണേറ്റ് ഡീകമ്പോസ് ചെയ്തിട്ട് കാൽഷ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡായി മാറുന്നതും, FeSO4 ഡീകമ്പോസ് ചെയ്തിട്ട് എന്താവുന്നത്? Fe2O3 plus SO2 plus SO3 ആവുന്നതുമായിട്ടുള്ള രണ്ട് thermal decomposition റിയാക്ഷൻസും നമ്മൾ പഠിച്ചു അല്ലെ. ഇനി നിങ്ങൾക്ക് വേറൊരു എക്സാമ്പിൾ തരുവാണ്. ഓക്കെ, നിങ്ങളോട് 2 gram lead nitrate എടുക്കാൻ പറയുന്നുണ്ട്. lead nitrate is PbNO3 twice ആണ് lead nitrate. PB എന്ന് പറഞ്ഞാൽ എന്താടാ? PB എന്ന് പറഞ്ഞാൽ പ്ലംബ് എന്ന് പറയുന്ന വാക്കെന്ന് വന്നതാ. PB lead. PB is lead. So lead nitrate എടുത്തിട്ട് നിങ്ങളോട് ഹീറ്റ് ചെയ്യാൻ പറയാ അല്ലെ. എന്തായാലും thermal decomposition എക്സാമ്പിൾ ആവുമ്പോൾ എന്താണ്? ഹീറ്റിംഗ് ആണ് അല്ലെ. സോ 2 gram of lead nitrate പൗഡർ എടുത്തിട്ട് നിങ്ങൾ ബോയിലിംഗ് ട്യൂബിൽ ഇട്ടിട്ട് ആ ട്യൂബ് ഹോൾഡ് ചെയ്തുകൊണ്ട് നിങ്ങൾ ടങ്സ് വെച്ചിട്ട് ഹീറ്റ് ചെയ്യുക ഫ്ലെയിമിൽ. എന്നിട്ട് നിങ്ങൾ എന്താ കാണുന്നതെന്നാ ചോദിച്ചത്. അപ്പൊ എന്തായാലും എന്താണ്? ഹീറ്റ് ചെയ്യുമ്പോൾ എന്താ? thermal decomposition കാണിക്കാൻ വേണ്ടിയിട്ടാണെന്ന് അറിയാം അല്ലെ. സോ 2 PbNO3 twice സോളിഡ് ആയിട്ടുള്ള സാധനം നമ്മളിവിടെ ഹീറ്റിന്റെ സിമ്പിൾ കൊടുക്കണേടാ. ഹീറ്റ് ചെയ്യുമ്പം 2 PbO plus 4NO2 plus O2. ഈ 4ഉം 2 ഒക്കെ കാണുമ്പോൾ നമുക്ക് ബാലൻസ്ഡ് ആയിരിക്കുന്നു തോന്നും അല്ലെ. നോക്കാം നമുക്ക് ബാലൻസ്ഡ് ആണോ എന്ന്. 2 PB ഉണ്ട് അല്ലേ ഇവിടെ. LHSൽ 2 PB ഉണ്ട്, RHSൽ 2 PB ഉണ്ട്. NO3 ശരിക്കും പറഞ്ഞാൽ സിംഗിൾ ആയിട്ട് എടുക്കേണ്ടതാ. പക്ഷെ നമുക്കിത് അവിടെ NO3 കാണിക്കുന്നില്ലല്ലോ. അപ്പൊ നമുക്ക് നോക്കാം. എത്ര? 2ഉം 4 നൈട്രജൻ ഉണ്ട്. ഇവിടെ 4 നൈട്രജൻ ഉണ്ട്. ആൻഡ് ഓക്സിജൻ 3 into 2 6 into 2 12 ഓക്സിജൻ ഉണ്ട്. ഇവിടെ 2 ഓക്സിജൻ ഉണ്ട്. ഇവിടെ 8 ഓക്സിജൻ ഉണ്ട്. ഇവിടെ 2 ഓക്സിജൻ ഉണ്ട്. 8 plus 2 plus 2 എന്ന് പറയുന്നത് 12 ആണ്. സോ ദിസ് ഇസ് എ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ അല്ലെ. സോ ഇത് ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ആണ്. നമ്മൾ എന്താ ചെയ്തിരിക്കുന്നത്? lead nitrate പൗഡർ എടുത്തിട്ട് നമ്മൾ ഹീറ്റ് ചെയ്തു. നമുക്ക് എന്ത് കിട്ടി? lead ഓക്സൈഡും NO2ഉം
O2 കിട്ടി. അപ്പം നമുക്ക് എന്ത് കിട്ടും? ബ്രൗൺ ഫ്യൂംസ്. നമ്മളിത് ഹീറ്റ് ചെയ്യുമ്പം നിങ്ങൾക്ക് എക്സ്പെരിമെന്റ് ചെയ്യാനുണ്ടാവും എടാ. 12th ലെവലിലൊക്കെ എത്തുമ്പോൾ നിങ്ങൾക്ക് ലാബിൽ ചെയ്യാനുണ്ടാവും എടാ. ഇതൊക്കെ ബ്രൗൺ കളറുള്ള ഫ്യൂംസ് എന്ത് ചെയ്യുന്നുണ്ടാവും? വരുന്നുണ്ടാവുമായിരിക്കും. ഓക്കെ, ഇത് ഹീറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ബ്രൗൺ കളറുള്ള ഫ്യൂംസ് വരുന്നുണ്ടാവും. അത് എന്തുകൊണ്ടാന്ന് അറിയോടാ? ഈ NO2 ഉണ്ടാവുന്നതുകൊണ്ടാണ്. നമ്മള് PbNO3 ഹീറ്റ് ചെയ്യും. PbNO3 ട്വൈസിനെ ഹീറ്റ് ചെയ്യുമ്പം NO2 നൈട്രജൻ ഡയോക്സൈഡ് ഇല്ലേടാ, ഇത് ഉണ്ടാവുന്നത് കൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്? നൈട്രജൻ ഡയോക്സൈഡ് ഉണ്ടാവുന്നത് കൊണ്ടാണ് എന്ത് സംഭവിക്കുന്നതടാ? ഒരു ബ്രൗൺ കളറുള്ള ഫ്യൂംസ് കിട്ടുന്നത്. സോ ലെഡ് നൈട്രേറ്റിനെ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് നൈട്രജൻ ഡയോക്സൈഡ് കിട്ടുമ്പോഴാണ് ഒരു ബ്രൈറ്റ് ഫ്യൂംസ് കിട്ടുന്നത് ആൻഡ് ബ്രൗൺ ഫ്യൂംസ് കിട്ടുന്നത്. ആൻഡ് ദിസ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ തേർമൽ ഡീകമ്പോസിഷൻ. കാരണം ഇവിടെ നമ്മൾ ലെഡ് നൈട്രേറ്റ് എടുത്തിട്ട് ഡീകമ്പോസ് ചെയ്യാണ്. അപ്പോൾ ഒരു റിയാക്ടന്റ് ഇതാത്തുനിന്ന് നമുക്ക് ഹീറ്റ് ചെയ്യുമ്പം എന്ത് കിട്ടുകയാണ്? അത് എന്ത് ചെയ്യാണ്? ഡിസോസിയേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ അത് ഡീകമ്പോസ് ചെയ്തിട്ട് എന്ത് ചെയ്യാണ്? നമുക്ക് പ്രോഡക്ട്സ് കിട്ടുകയാണ്. 2 or more പ്രോഡക്ട്സ് ആയിട്ട് കിട്ടുകയാണ് അല്ലേ? സോ ദിസ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ തേർമൽ ഡീകമ്പോസിഷൻ. ഓക്കെ.